ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റുസേസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങാണ്. ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. 3 മുട്ട വേണം, 6 പീസ് ബ്രെഡ് വേണം, പിന്നെ 1 കപ്പ് ഷുഗർ, 1 സ്പൂൺ വാനില എസൻസ്. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ്, ചെറിയ കപ്പിന് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്ത് മാറ്റി വയ്ക്കണം. ആ പാത്രത്തിലോട്ടാണ് ഈ കൂട്ട് നമുക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എഗ് പുഡിങ്ങിന് വേണ്ടത് 1/2 ലിറ്റർ പാലിൽ ഞാൻ 6 പീസ് ബ്രെഡ് എടുത്ത് കുതിർത്ത് അത് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ചൂടാക്കണം, നല്ലപോലെ പാല് തിളപ്പിച്ച് ഈ 6 പീസ് ബ്രെഡും കൂടെ എടുത്തിട്ട്, ബ്രെഡ് പുഡിങ്ങാണ്, ബ്രെഡും എഗ്ഗും കൂടെ ചേർത്തിട്ടുള്ള പുഡിങ്ങല്ലേ. അപ്പോൾ അതിന് 1/2 ലിറ്റർ പാലും 6 പീസ് ബ്രെഡും കൂടി ഞാൻ തിളപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇതിനി തണുക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം 3 മുട്ട എടുക്കണം. 3 മുട്ടയും കൂടെ എടുത്ത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ചെയ്യണം. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ കാരമലൈസ് ചെയ്ത് പഞ്ചസാര കാരമലൈസ് ചെയ്തുകൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് വേണം അതിലോട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമുക്കിനി അതായത് ഞാൻ കേക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പുഡിങ്ങും ചെയ്യുന്നത്. അപ്പം നമുക്കിനി അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗറെല്ലാം ഇട്ട് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് കാരമലൈസ് ചെയ്ത് ഇതിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്കിനി മുട്ടയും എല്ലാം കൂടി, ബ്രെഡും പാലും എല്ലാം കൂടി മിക്സിയിൽ അടിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ കേക്കിൻ്റെ ടിന്നാണ് എടുത്തത്. അതിൽ തന്നെ ഞാൻ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് കാരമലൈസ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ച് വയ്ക്കാം. പക്ഷേ ഞാൻ അതിൽ തന്നെ ചെയ്തു. അപ്പോൾ ഇതിലോട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്തൊഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഞാൻ ഈ ചായയുടെ കപ്പിലാണ്, ചായക്കപ്പാണ്, അതിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് 1 സ്പൂൺ വേണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ബ്രെഡും പാലും, ഇപ്പോൾ തണുത്തിരിപ്പുണ്ട് അത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. തണുത്തതിന് ശേഷമേ മിക്സിയിൽ അടിക്കാവൂ. ബ്രെഡും പാലും നമ്മൾ തിളപ്പിച്ചതാണ്. അപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലോട്ട് അടിച്ചെടുക്കാവൂ. അപ്പോൾ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ബ്രെഡും പാലും കൂടി ഒരുമിച്ച് നമുക്ക് മിക്സിയിൽ വലിയ ജാറിലേക്ക് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ 2ആയിട്ട് അടിച്ച് ഒഴിക്കണം. അപ്പം ഞാൻ 3 മുട്ട ജാറിൽ പൊട്ടിച്ചൊഴിച്ചു, എസൻസ് ഒഴിച്ചു, വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ചു. പിന്നെ നമ്മുടെ 1 കപ്പ് പഞ്ചസാരയും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രെഡും പാലും കൂടി ഒഴിച്ച് നമുക്ക് അപ്പം ഞാൻ നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. മിക്സിയിൽ അരച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ, ഏകദേശം ഒരു 25-30 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷമാണ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അമൃതം തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പുഡിങ് ഇതുപോലൊരു പരന്ന പാത്രത്തിനകത്ത് ഇറക്കി വെച്ചാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശമായി വരണുണ്ട്. ഏകദേശം വേണ്ടി ഇനി ഇത് നമുക്ക് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ചൂട് പോകണം. തണുപ്പിക്കാന്ന് പറഞ്ഞാൽ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-1.5-2 മണിക്കൂർ വെച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. തണുക്കാത്തവർ കഴിക്കണവർക്കും കഴിക്കാം. പക്ഷേ തണുത്ത് കഴിക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റ് തണുത്തിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് വേണം കേട്ടോ വേകാനായിട്ട്. അത്രയും എടുത്തിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ആൻഡ് എഗ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പുഡിങ് എന്ന് പറയാം. എഗ്ഗും കൂടെ ചേർന്ന് ബ്രെഡും എഗ്ഗും പിന്നെ പഞ്ചസാര, വാനില എസൻസ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള നമ്മുടെ അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രെഡൊക്കെ ബാക്കി വരുന്നെങ്കിൽ ഒരു 6 പീസ് ബ്രെഡും 3 മുട്ടയും
കുറച്ച് പഞ്ചസാരയും വാനില എസൻസും കൂടെ ഉണ്ടെങ്കിൽ നല്ലപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഓരോ പീസാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്.